കുറഞ്ഞ സാലറി ഞങ്ങളുടെ ഖത്തർ ജീവിതത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇത്. കഴിഞ്ഞ വീഡിയോയിൽ കൂടുതലും വന്നൊരു കാര്യമാണ്. ഇപ്പൊ കമന്റ്സിലാണെങ്കിലും മെസ്സേജസിലാണെങ്കിലും കൂടുതലും വന്നതാണ് റൂം റെന്റിന്റെ കാര്യം. അറബി വീട്ടിൽ റൂം കിട്ടിയത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. മന്ത്ലി സാലറി കിട്ടുന്ന ടൈമിൽ ഞങ്ങളൊരു ഡയറിയിൽ എഴുതി വെക്കുമായിരുന്നു എന്തൊക്കെ എക്സ്പെൻസ് ആണ് വരുത്തിക്കേണ്ടത്, ഈ മന്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. നാട്ടിലത്തേക്കുള്ളത് നാട്ടിലത്തേക്ക് അയച്ചിട്ട് ബാക്കി നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നേ. അപ്പം ആ ഒരു എമൗണ്ടിനകത്ത് നിന്നുകൊണ്ട് വേണം ഞങ്ങളുടെ ആ ഒരു മന്തിലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട്. അതും പറഞ്ഞിട്ട് മേഡം ഇടയ്ക്കിടയ്ക്ക് അനുഗ്രഹിക്കും 200-300 റിയാൽ എന്ന്. മേഡത്തിന്റെ ഹസ്ബൻഡ് ഒരു മുരടനാണെങ്കിലും മേഡം എന്തുകൊണ്ട് നല്ലൊരു സ്ത്രീയായിരുന്നേ. ഇനി ഫുഡിന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് അവർ തരുമായിരുന്നേ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ആയിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സാധനം വാങ്ങാൻ നേരെ പോകുന്നത് ഓഫറുള്ള ഷോപ്പ് തിരക്കിയിട്ടായിരുന്നു. ഇത് കേട്ടാരും അയ്യെന്ന് വെക്കണ്ട, നമ്മുടെ നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസ് അവിടെ കൂടുതലാണ്. അപ്പൊ പ്രവാസികളായ ഫാമിലിയിലെ മിക്ക ആൾക്കാരും ഈ ഒരു പരിപാടി തന്നെ ചെയ്യുന്നത്. കൂടുതലും പോകുന്നത് ലുലുവിലോട്ടാണ്. ലുലുവിലോട്ട് പോകുന്നത് നമ്മുടെ റൂമിൽ നിന്ന് നടന്നാണ്. അതായത് ഞങ്ങളുടെ റൂം തുമാമയിലാണ്. തുമാമയെന്ന് മത്താർ ഖദീമിലോട്ട് നമ്മൾ നടന്നാണേ പോകുന്നത്. കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ സംസാരിച്ചൊക്കെ പോകുമ്പോൾ ആ ദൂരം ഞങ്ങൾക്ക് അറിയത്തേ ഇല്ലായിരുന്നു. അന്ന് സാധനം വാങ്ങാൻ പോകുമ്പോൾ എനിക്കങ്ങ് അത്ഭുതമായിരുന്നേ. കാരണം നോക്കുന്നതിനെല്ലാം 1, 2, 3, 4 രൂപകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഇക്കാലത്ത് ചോദിച്ചു, ഇത്രയും ചീപ്പ് റേറ്റേ ഉള്ളൂ. അപ്പോഴാണ് ഇക്ക പറഞ്ഞത് ഈ ഒരു റിയാൽ നമ്മുടെ നാട്ടില് 22.50 രൂപയാണെന്ന്. അതായത് ആ ഒരു ടൈമിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഖത്തറിൽ പോയപ്പോൾ ഉള്ള. അതിനുശേഷം ഞാൻ സാധനം വാങ്ങാൻ പോകുമ്പോഴത്തേനും എന്റെ കാൽക്കുലേറ്റർ ഒരു കയ്യിൽ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കും. 2 റിയാൽ 22.50 × 2 എത്രയാ എന്ന് നോക്കിയിട്ട് ഞാൻ സാധനങ്ങൾ എടുക്കത്തോളായിരുന്നു. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ ഞാൻ പറയുമ്പോഴാണെങ്കിലും എന്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് എന്റെ ആദ്യത്തെ ഖത്തർ ലൈഫ്. അൽഹംദുലില്ലാ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ ഇതിന് നല്ലൊരു ലൈഫ് തന്നെ കിട്ടി. അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫോളോ ആക്കാൻ മറക്കല്ലേ.